എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ രഹസ്യത്തിൻ്റെ 5ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. അതിൻ്റെ ടൈറ്റിൽ ധനത്തിലേക്കുള്ള രഹസ്യം. മനസ്സിന് സങ്കല്പിക്കാൻ കഴിയുന്നതെല്ലാം നേടാനും കഴിയും. W. ക്ലെമൻസ് സ്റ്റോണിൻ്റെ വാക്കുകളാണിത്. ജാക്ക് കാൻഫീൽഡ് പറയുന്നത് ഇങ്ങനെയാണ്: രഹസ്യം എന്നിൽ ശരിക്കും പരിവർത്തനമുണ്ടാക്കി. ഞാൻ വളർന്നത് നിഷേധാത്മക ചിന്താഗതിക്കാരനായ പിതാവിനോടൊപ്പമായിരുന്നു. പണക്കാർ എന്നാൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരാണ്. ആരെങ്കിലും പണക്കാരനായിട്ടുണ്ടെങ്കിൽ അത് മറ്റാരെയെങ്കിലും ചതിച്ചിട്ടായിരിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ പണത്തെക്കുറിച്ച് ചില ധാരണകൾ എൻ്റെ മനസ്സിലുണ്ടായി. നിങ്ങൾക്ക് പണമുണ്ടായാൽ അത് നിങ്ങളെ ചീത്തയാക്കും. ദുഷ്ടർക്ക് മാത്രമേ പണക്കാരനാകാൻ കഴിയൂ. പണം മരത്തിൽ കായ്ക്കുന്നതല്ല എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഞാൻ ആരാണെന്നാ നിൻ്റെ വിചാരം? റോക്ക്ഫെല്ലറോ എന്നതായിരുന്നു അച്ഛൻ്റെ പ്രിയപ്പെട്ട വാക്യം. ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതാണ് എന്ന വിശ്വാസത്തിലാണ് ഞാൻ വളർന്നത്. W. ക്ലെമൻസ് സ്റ്റോൺ എന്ന വ്യക്തിയെ കണ്ടുമുട്ടിയ ശേഷമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ദിശ മാറിയത്. അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുന്ന കാലത്ത് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, നീ ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ നിശ്ചയിക്കണം. അത് നേടിക്കഴിഞ്ഞാൽ നിൻ്റെ മനസ്സ് ആഹ്ലാദം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന അത്ര വലിയ ലക്ഷ്യമായിരിക്കണം. അപ്പോൾ നീ അറിയും നിനക്കിതെല്ലാം കൈവരിക്കാൻ സാധിച്ചത് ഞാൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മൂലമാണ് എന്ന്. ആ കാലത്ത് എനിക്ക് വർഷത്തിൽ ഏകദേശം $8,000 ആയിരുന്നു വരുമാനം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വർഷത്തിൽ $1,00,000 സമ്പാദിക്കണം. അതെങ്ങനെ സാധിക്കും എന്ന് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതിനുള്ള തന്ത്രമോ സാധ്യതകളോ എൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാനത് പ്രഖ്യാപിക്കുകയാണ്. ഞാനത് വിശ്വസിക്കുകയാണ്. അത് സത്യമാണ് എന്ന മട്ടിൽ ഞാൻ ഭാവിക്കാൻ പോവുകയാണ്. പിന്നെ ഞാനതിനെ പ്രപഞ്ചത്തിലേക്ക് വിട്ടുകൊടുക്കും എന്ന് ഞാൻ പറഞ്ഞു. അതിനാൽ ഞാനത് ചെയ്തു. അദ്ദേഹം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എല്ലാ ദിവസവും കണ്ണടച്ച് നിന്ന് ഞാൻ ലക്ഷ്യമാക്കിയ കാര്യം നേടിക്കഴിഞ്ഞതുപോലെ മനോദൃശ്യം കാണണം എന്നാണ്. ഞാൻ $1,00,000 നോട്ടിൻ്റെ ഒരു ചിത്രം ഉണ്ടാക്കി മച്ചിൽ പതിപ്പിച്ച് വച്ചിരുന്നു. ഞാൻ കാലത്ത് ഉണർന്ന ഉടനെ ആദ്യം ചെയ്യുന്നത് കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കി ആ ചിത്രം കാണുക എന്നതായിരുന്നു. എൻ്റെ ലക്ഷ്യം അതാണെന്ന് ഞാൻ സ്വയം ഓർമ്മിപ്പിക്കും. പിന്നെ ഞാൻ കണ്ണടച്ച് $1,00,000 വർഷത്തിൽ സമ്പാദിക്കുന്നയാളുടെ ജീവിത രീതിയിൽ ജീവിക്കുന്നതായി മനോദൃശ്യം കാണും. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്